അതിനിഗൂഢത കൊണ്ട് തന്നെ സാഹസിക സഞ്ചാരികളുടെ പ്രിയപ്പെട്ടൊരിടമാണ് ആമസോൺ മഴക്കാടുകൾ. ആമസോൺ മഴക്കാടുകൾ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് അനക്കൊണ്ട, അത്തരത്തിലുള്ള ഭീകരജീവികളും സസ്യജാലങ്ങളുമല്ലേ? അതെ, അത്തരത്തിലുള്ള ജന്തുക്കളുടെയും സസ്യജാലങ്ങളുടെയും അതിശയിപ്പിക്കുന്ന ഒരിടമാണ് ആമസോൺ മഴക്കാടുകൾ. അതിസാഹസികരെ കാത്തിരിക്കുന്ന അതിനിഗൂഢമായ ആമസോൺ മഴക്കാടുകൾ ബ്രസീലിനെ കൂടാതെ കൊളംബിയ, വെനസ്വേല, ഫ്രഞ്ച് ഗയാന എന്നീ 9 രാജ്യങ്ങളിലായാണ് ഈ വനം സ്ഥിതി ചെയ്യുന്നത്. നിഗൂഢത കൊണ്ടും വന്യ സൗന്ദര്യം കൊണ്ടും ആളുകളെ മുൾമുനയിൽ നിർത്തുന്ന ആമസോണിലാണ് നാം ഇതുവരെ കാണാത്ത തരത്തിലുള്ള മഴക്കാടുകൾ നിലനിൽക്കുന്നത്. എന്നു പറഞ്ഞാൽ ലോകത്തിലെ അവശേഷിക്കുന്ന മഴക്കാടുകളുടെ പകുതിയും സ്ഥിതി ചെയ്യുന്നത് എന്ന് ചുരുക്കം. 16,000 സ്പീഷീസുകളിലായി വരുന്ന 39,000 കോടി മരങ്ങളാണ് ഇവിടെയുള്ളത്. ഇപ്പോഴും ഈ പ്രദേശം മനുഷ്യർക്ക് പൂർണ്ണമായും അറിയാൻ വേണ്ടി സാധിക്കാത്ത ഒരിടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ഏറ്റവും വലിയ അജ്ഞാത പ്രദേശങ്ങളിലൊന്നാണ് ഈ ആമസോൺ മഴക്കാടുകൾ. ഇവിടെ 25 ലക്ഷം വരുന്ന പ്രാണി സ്പീഷീസുകൾ, 40,000 തരം സസ്യങ്ങൾ, 22,000 തരം മീനുകൾ, 2,000 തരം പക്ഷി ഇനങ്ങൾ, 427 സസ്തിനികൾ, 428 തരം ഉഭയജീവികളും 378 തരം മൂലകങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്ത വിവിധയിനം ജീവജാലങ്ങൾ ആമസോൺ മഴക്കാട്ടിൽ കാണപ്പെടുന്നു. ലോകത്ത് അറിയപ്പെടുന്ന സസ്യജാലങ്ങളിൽ 10-1 ഇവിടെയാണുള്ളത്. പിന്നെ ലോകത്ത് കാണുന്ന 5 തരം പക്ഷികളിൽ 1, അതുപോലെ തന്നെ 5-1 തരം മത്സ്യങ്ങളും ആമസോൺ മഴക്കാട്ടിലാവാമെന്നാണ് നിഗമനം. അതുകൂടാതെ അപകടകാരികളായ വന്യജീവികളുടെ കേന്ദ്രമാണ് ആമസോൺ മഴക്കാടുകൾ. കറുത്ത ചീങ്കണ്ണി മുതൽ ജാഗ്വാർ വരെ, പ്യൂമ, അനക്കൊണ്ട തുടങ്ങിയ വന്യജീവികളും ഷോക്കടിപ്പിക്കാൻ കഴിയുന്ന ഇലക്ട്രിക് ഹീലുകളും മനുഷ്യനെ തിന്നാൻ വരെ കഴിയുന്ന പിരാന വരെ ആമസോൺ മഴക്കാട്ടിലുണ്ട്. കൂടാതെ കൊടിയ വിഷമുള്ള ചെടികളും മരങ്ങളും തവളകളും പാമ്പുകളും പ്രാണികളും മുതൽ പേവിഷം പരത്താൻ കഴിവുള്ള വാമ്പയാർ വവ്വാലുകളും വരെ ഇവിടെയുണ്ട്. ആമസോണിൽ പുരാതന കാലം മുതൽ തന്നെ മനുഷ്യർ വസിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. 11,200 വർഷം മുമ്പ് മനുഷ്യർ വസിച്ചിരുന്നതായാണ് ഗവേഷകർ തെളിയിക്കുന്നത്. ആധുനിക കാലത്ത് AD 1250 മുതൽ ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു. ആധുനിക കാല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ AD 1500 കാലഘട്ടത്തിൽ 50 ലക്ഷം വരുന്ന മനുഷ്യർ ഈ പ്രദേശത്ത് ജീവിച്ചിരുന്നിട്ടുണ്ടാകാമെന്നാണ് കരുതുന്നത്.